ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ 4th എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ റൂൾസ് എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള സൊല്യൂഷൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഒരു നമ്പറിനെ 10 ആയിട്ടും അതുപോലെ തന്നെ 100 ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2 × 10 ആണെങ്കിൽ 2 എഴുതി ഒരു 0 കൊടുത്താൽ മതി. അതുപോലെ 2 × 100 ആണെങ്കിൽ 2 എഴുതി 2 zeros കൊടുക്കുന്നു. അതുപോലെ തന്നെ 2 × 1000 ആകുമ്പോൾ 2 എഴുതി 3 zeros കൊടുക്കാം. അത് ഏത് നമ്പർ ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ 38 × 1000 ആണെങ്കിലോ എന്ത് ചെയ്യും? 38 എഴുതുന്നു, ഈ 3 zeros എഴുതുന്നു. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് വലിയ നമ്പറോ ചെറിയ നമ്പറോ ഒക്കെ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ 10, 100, 1000 ഒക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് ആണോ അതുകൂടെ ആ നമ്പറിൻ്റെ കൂടെ എഴുതി കൊടുക്കണം. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടില്ലേ, 38 × 1000 ആണ്. 38 എഴുതി 3 zeros എഴുതി കൊടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെസിമൽസ് ആണ്. ഡെസിമൽസ് ആകുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ 1.3 × 10 എന്നാണല്ലോ. ഡെസിമൽസ് ഉണ്ടോ ഇല്ല എന്നൊന്നും നോക്കുന്നില്ല. നമ്മൾ 13 എഴുതി ഈ ഒരു 0 ഇവിടെ എഴുതി കൊടുത്തു. എന്നിട്ട് ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണ്, അത് ഇവിടെ കൊടുത്തു. ഒരു ഡെസിമൽ പ്ലേസ് അവിടെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? 13.0 ആയിരുന്നല്ലോ. 13 എന്ന് മാത്രമേ ഉള്ളൂ, 0.0യുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞു. ഇനി അടുത്തത് 36.8 × 10. നമ്മളെന്താ ചെയ്യുന്നത്? 368 എഴുതി അതിൻ്റെ കൂടെ ഈ 0 കൂടെ കൊടുത്തു. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസ്, അതിവിടെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ 368.0. 0.0 എന്ന് പറഞ്ഞാൽ അവിടെ ആ 0ക്ക് ഒരു വാല്യൂ ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് 368 എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ 153.7 × 10. അതുപോലെ തന്നെ ഡെസിമൽസ് ഒക്കെ മാറ്റി ആ നമ്പർ ഇവിടെ എഴുതി, എന്നിട്ട് ഒരു 0 കൊടുത്തു. ഇനി ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്തു. 1 ഡെസിമൽ പ്ലേസ് ആണ്, അതിവിടെയും കൊടുത്തു നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടിയത് 1537.0. 0.0യുടെ ആവശ്യമില്ല, അപ്പോൾ 1537 എന്ന് എഴുതാം. ഇനി അടുത്തത് 168.07 × 10. അപ്പോൾ നമുക്ക് ഈ ഡെസിമലൊക്കെ മാറ്റി ആ നമ്പർ എഴുതാം. 16807 × 10 ആവുമ്പോൾ ഒരു 0 കൂടെ കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഡെസിമൽസ് കൗണ്ട് ചെയ്യാം. 1, 2. അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തു. 1, 2. ഇവിടെ ഡെസിമൽ കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 1680.70. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം 1680.7. ഇത്രയും മതി അല്ലേ? 70 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ലാസ്റ്റിൽ 0ക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ 70 എന്ന് എഴുതിയാലും ആൻസർ തെറ്റൊന്നല്ല കേട്ടോ. ഇതിൻ്റെ ആൻസർ 1680.7 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 31.1 × 100 = ഈ നമ്പർ ഡെസിമൽസ് മാറ്റി എഴുതാം. 311, പിന്നെ ഈ 2 zeros കൊടുക്കാം. ഇനി ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യാം. ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അത് ഇതിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 3110 എന്നാണ്. അതിവിടെ എഴുതാം. 0.0ക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി, അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ എഴുതി കൊടുത്താലും ആൻസർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 156.1 × 100. ഡെസിമൽ മാറ്റി ആ നമ്പർ എഴുതാം. 1561, പിന്നെ ഈ 2 zeros കൊടുക്കാം. ഇനി ഡെസിമൽ പ്ലേസ് എത്ര ഉണ്ടെന്ന് നോക്കാം. 1 പ്ലേസ് ആണുള്ളത്, അതിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് 15,610.0 എന്ന് വെച്ചാൽ എന്താ? 15,610. അടുത്തത് 3.62 × 100 = 362. ഇവിടെ എഴുതാം, ഡെസിമൽ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് ഈ 2 zeros കൊടുക്കാം. എന്നിട്ട് ഡെസിമൽസ് കൗണ്ട് ചെയ്യാം. 1, 2, അതിവിടെ കൊടുക്കാം. 2 ഡെസിമൽസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 362.00 എന്ന് വെച്ചാൽ 362 തന്നെ. ഇനി അടുത്തത് 43.07 × 100
ഡെസിമൽ ഒഴിവാക്കി ഈ നമ്പേഴ്സ് എഴുതാം. 4307. ഈ 2 സീറോസും കൂടെ കൊടുക്കാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് മാറ്റി നമുക്ക് ഡോട്ട് കൊടുക്കാം. 4307.00 എന്ന് വെച്ചാൽ എന്താ? 4307. ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0.5 ഇൻറ്റു 10. 5ഉം 10ലെ 0യും എഴുതി കൊടുത്തു. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണുള്ളത്, അതും ഇവിടെ കൊടുത്തു. അപ്പോൾ 5.0 എന്ന് കിട്ടി. അതിനെ നമുക്ക് 5 എന്ന് എഴുതാം. അടുത്തത് 0.08 ഇൻറ്റു 10. നമുക്ക് ഇവിടുത്തെ നമ്പർ 8 എഴുതാം. 10ൻ്റെ ഒരു 0 കൊടുക്കാം. എത്ര ഡെസിമൽ പ്ലേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 1 2. അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തു 1 2. ഇവിടെ ആ ഡെസിമൽ കൊടുക്കാം. 0.80. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 0.9 ഇൻറ്റു 100. 9 എഴുതാം. ഈ 2 സീറോസ് കൊടുക്കാം. ഇവിടുത്തെ ഡെസിമൽസ് കൗണ്ട് ചെയ്യാം. 1 പ്ലേസേ ഉള്ളൂ, അപ്പോൾ അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 90.0 എന്ന് വെച്ചാൽ 90 തന്നെ അല്ലേ? ഇനി അടുത്തത് 0.03 ഇൻറ്റു 1000. 3 എഴുതാം. ഈ 3 സീറോസും കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യാം. 1 2. ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. 1 2. 30.00 എന്ന് നമുക്ക് 30 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. കൂട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്കറിയുന്ന മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.